ഗിയോൺ മരിച്ചു കിടക്കുന്നതും ക്രൈം സീൻ മൊത്തം പോലീസും ഫോറൻസിക് ഒക്കെ ഫോട്ടോസ് എടുക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. ശേഷം അതിന് 3 മണിക്കൂർ മുമ്പ് നടന്നതാണ് കാണിക്കുക. സ്കൂളിലേക്ക് പോവാൻ ചാൻമി സാധാരണ വണ്ടി പാർക്ക് ചെയ്യാറുള്ള സ്ഥലത്ത് അവളെയും വെയിറ്റ് ചെയ്ത് സെജിൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിയോക്ക് അവന് അയച്ചു കൊടുത്തിട്ടുള്ള അവരുടെ ഫോട്ടോ കാണിച്ച് ചാൻമി അവന്റെ സിസ്റ്റർ ആണെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ള കാര്യം പറയും. തങ്ങളുടെ ഈ ഫോട്ടോ അയച്ചു കൊടുക്കണമെങ്കിൽ സിയോക്കിന് സെജിനെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നിരിക്കുന്നു അവളും പറയുന്നുണ്ട്. 10 ദിവസം കൂടി കഴിഞ്ഞാൽ താൻ US പോവാണെന്നും അതിനു മുമ്പ് എനിക്കറിയാവുന്ന സത്യങ്ങള് ചാൻമിയോട് പറയാൻ വന്നതാണെന്നും പറഞ്ഞ് അവളുടെ ലോക്കറിൽ ആ നോട്ട് വെച്ചത് താനാണെന്നാണ് സെജിൻ ആദ്യം പറയാം. ചാൻമി ഇത് കേട്ട് ഷോക്കാവും. എന്തോ ആവശ്യത്തിന് സ്കൂളിലേക്ക് വന്നപ്പോഴാണ് സെജിൻ ഫസ്റ്റ് ടൈം അവളെ കണ്ടതും. അപ്പോഴേ അവളെ മനസ്സിലാവുകയും ചെയ്തു. ശേഷം അവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഓഡിറ്റോറിയത്തില് എല്ലാവരുടെ മുന്നേ വെച്ചും സിയോക്ക് വീഴുന്ന ആ വീഡിയോ പ്ലേ ചെയ്തത് താനാണെന്നും അത് തന്റെ ഫോണിൽ തന്നെ എടുത്ത വീഡിയോ ആണെന്നും പറഞ്ഞത് കേട്ട് തരിച്ചു നിൽക്കാണ് ചാൻമി. പക്ഷെ അത് അവള് കരുതിയ പോലെ ആയിരുന്നില്ല. സിയോക്ക് വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത് ചുമ്മാ വീഡിയോ എടുത്തതാണ് അവൻ. അങ്ങനെ ഫോൺ അവിടെ റെക്കോർഡ് ആക്കി വെച്ചിരിക്കാൻ നേരം പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുകയും എണീറ്റ് നോക്കുമ്പോൾ സിയോക്ക് താഴെ വീണ് കിടക്കുന്നുണ്ടാവും. അത് കണ്ട ഷോക്കിലും പേടിയിലും അവിടെ നിന്ന് ഓടിപ്പോവാണ് അവൻ ചെയ്തത്. സിയോക്ക് സൂയിസൈഡ് ചെയ്തതാണെന്ന് കരുതി തന്നെയാണ് സെജിനും വീഡിയോയുടെ കാര്യം ആരോടും പറയാതിരുന്നത്. സിയോക്കിന്റെ മരണത്തോടെയാണ് അവൻ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തതും എല്ലാ കോണ്ടാക്ട്സും വേണ്ടാന്ന് വെച്ചതും. ഒരു പുതിയ ഫോൺ അടക്കം വാങ്ങി. ആ വീഡിയോ കാണാനുള്ള ധൈര്യം ഇല്ലാഞ്ഞതുകൊണ്ട് ഒരു പ്രാവശ്യം പോലും താൻ അത് കണ്ടിട്ടില്ല എന്ന് പറയണം അവൻ. എന്നിരുന്നാലും സിയോക്ക് ആത്മഹത്യ ചെയ്യില്ല എന്ന് അവന് പിന്നീട് തോന്നി തുടങ്ങി. അങ്ങനെ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ആദ്യമായിട്ട് ആ വീഡിയോ പ്ലേ ചെയ്തത്. അവൻ ഒരുപാട് വിഷമിച്ചാണ് ആ വീഡിയോ കാണുന്നത്. അതിലുള്ളത് കണ്ട് സെജിൻ ഷോക്ക് ആവുകയും ചെയ്യും. സിയോക്കിനെ ആരോ തള്ളിയിട്ടതാണെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. ഇക്കാര്യങ്ങളൊക്കെ ചാൻമിയെ അറിയിക്കണമെന്നേ അവൻ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇതൊരു കൊലപാതകമാണെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് വെച്ച് ഓഡിറ്റോറിയത്തില് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ മുമ്പിൽ ഇത് പ്ലേ ചെയ്തെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു ഞെട്ടലോടെയാണ് ചാൻമി കേട്ട് നിന്നിരുന്നത്. പോലീസ് കണ്ടെത്തുന്നതിന് മുന്നേ സിയോക്കിന്റെ കൊലപാതകയെ നമുക്ക് കണ്ടെത്തണം, എന്നാലേ അവനുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റൂന്ന് സെജിൻ പറയുമ്പോൾ താനും അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് ചാൻമി. ഇന്നേരം സെജിൻ ആരെങ്കിലും സംശയം ഉണ്ടോന്ന് അവള് ചോദിച്ചതിന് സംശയമുണ്ട്, ആ സൊഹ്യൂണിനെയാണ് തന്റെ സംശയം നേട്ട് കണ്ണും തള്ളി നിൽക്കാണ് ഹീറോയിൻ. അവൾ ഇതുവരെ ഞെട്ടിയതിൽ ഏറ്റവും വലിയ ഷോക്കായിരുന്നു അത്. പിന്നീടുള്ള സീനിൽ സൊഹ്യൂൺ സ്കൂളിലേക്ക് വരുന്നതും തേസു അവന് ഫോൺ തിരിച്ചു കൊടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ക്ഷമ പറയാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് ഇന്ന് തന്നെ ഗിയോൺ വരുന്നു പറയുന്നത് കേട്ട് ശരിക്കും അവനെ കൊല്ലേണ്ടതായിരുന്നു എന്ന് അവള് പറയുമ്പോൾ ഹീറോ തിരിച്ചു മറുപടി ഒന്നും പറയുന്നില്ല. ശേഷം ക്ലാസ്സിലേക്ക് പോകുന്നത് വഴിയാണ് ജേബമിനെ കാണാം. വന്നവടെ ഇന്നലെ രാത്രി ഷോയ്ക്ക് വരാഞ്ഞതിനെ കുറിച്ചാണ് ജേബം ചോദിക്കുന്നുണ്ടാവുക. നിനക്കൊന്ന് വിളിക്കേ മെസ്സേജ് അയക്കേ ചെയ്തുകൂടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ ഭയങ്കര അർജന്റ് ആയ കാര്യം വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് സൊഹ്യൂൺ കുറെ സോറി പറയും. മെസ്സേജ് അയച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴാണ് അത് സെൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. കുഴപ്പമില്ലാന്ന് ജേബം പറയുന്നുണ്ടെങ്കിലും വീണ്ടും സോറി പറഞ്ഞ് പകരം ഇന്ന് ലഞ്ച് തന്റെ വകയാണെന്നൊക്കെ സൊഹ്യൂൺ പറയുന്നതും അവർ ഒരുമിച്ച് പോകുന്നതൊക്കെ നോക്കി ഓസങ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് സൊഹ്യൂൺ ആയില്ലേ എന്ന് പറയാണെന്നിട്ട് അവൻ. അടുത്ത സീൻ ഇന്നലെ നടന്നതിന്റെ ബാക്കിയാണ്. ഇന്നലെ ജേബം കാണിച്ചു കൊടുത്ത ഫോട്ടോ സിയോക്കിന്റെ ആണെന്ന് പറഞ്ഞ് ഓസം പുറത്തേക്ക് പോയിരുന്നല്ലോ. സിയോക്കിന്റെ കേസ് പോലീസ് അന്വേഷിക്കുന്ന കാര്യം അറിയില്ലേ, നമ്മുടെ ഈ ഫോട്ടോ എങ്ങാനും കണ്ട സംശയാവുന്ന ഓസങ് പറയുന്നത് കേട്ട് ഇതിന് നീ ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താ, അവൻ ആരാണെന്ന് അന്വേഷിക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് ജേബം. അത് അവന്റെ ഇരിക്കുന്നത് മറ്റു കുട്ടികൾ കണ്ട് എന്തെങ്കിലും കാരണവശാൽ അത് പോലീസിനോട് പറഞ്ഞ് ജേബമിനെ ചുറ്റിപ്പറ്റിയ അന്വേഷണം വരും. അത് അവന് നല്ലതല്ല എന്നാണ് ഓസങ് പറയുന്നത്. ആര് ചോദിച്ചാലും സിയോക്കിനെ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഓസങ് ആ ഫോട്ടോ കത്തിച്ചു കളയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഗിയോണിന്റെ ക്രൈം സീനിലേക്ക് വരുന്ന ലേഡി ഓഫീസറിനെയാണ് കാണിക്കുക. ഇത് കാണുമ്പോൾ സ്കൂളിൽ നടന്ന സാജങ്ങിന്റെ കേസാണ് ഓർമ്മ വരുന്നതെന്ന് അസിസ്റ്റന്റ് ഓഫീസർ ഇന്നേരം പറയുന്നുണ്ട്. ശേഷം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം മൊത്തം സെജിൻ പറഞ്ഞതോർത്ത് ചാൻമി സൊഹ്യൂണിനെ തന്നെയായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക, പ്രത്യേകിച്ച് അവന്റെ ഷൂസിലേക്ക്. അതിന് കാരണം വേറൊന്നല്ല, സൊഹ്യൂൺ ആണ് കില്ലർ എന്ന് പറയാനുള്ള റീസൺ ചോദിച്ചപ്പോ അവനതിലെ പോകുന്നത് കണ്ടിരുന്നു. ഇങ്ങനൊരു ഷൂസ് ആയിരുന്നു ഇട്ടേന്നും സജിൻ പറഞ്ഞിരുന്നു. അവളിങ്ങനെ സംശയത്തോടെ നോക്കുന്നത് ഹീറോയും ശ്രദ്ധിക്കുന്നുണ്ടായി. കട്ട് ചെയ്ത് ഗേൾസിന്റെ വാഷ്റൂമില് അവർക്കൊരു പുതിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. പോലീസ് ഓഫീസർ വഴി അറിഞ്ഞതാണെന്നും മരിച്ച സിയോക്കിന്റെ സിസ്റ്ററാണ് ചാൻമി എന്നും പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്ക് ആവാണ്. തേസും ഹോങ്ങും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതേ സമയം സൊഹ്യൂൺ ആയിരിക്കും ആ കില്ലറിനെ ആലോചിച്ച് നിൽക്കാണ് ചാൻമി. അപ്പൊ തന്നെ ചുമ്മാ ചൊറിയാൻ വേണ്ടി ആ ക്രഷ് പെണ്ണ് വരും. നീ ആ സിയോക്കിന്റെ സിസ്റ്റർ ആണെന്ന് കേട്ടല്ലോ, ആരോടും പറയാതെ നടന്ന് ഡിറ്റക്റ്റീവ് കളിക്കായിരുന്നല്ലേ, എന്നിട്ട് കൊന്നവൻ ആരാണെന്ന് കണ്ടുപിടിച്ചോന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് മരിച്ച ആളെ പറ്റിയിട്ടെങ്കിലും നല്ല രീതിക്ക് സംസാരിച്ചൂടെന്നും പറഞ്ഞ് ഹോങ് വരും. ക്രഷ് പെണ്ണു പക്ഷെ അവളെയും ഉപദ്രവിക്കാൻ പോകുന്നത് കണ്ട് കല്ലി വന്നിട്ട് ഹീറോയിന്റെ കൺട്രോൾ മൊത്തം പോവാണ്. ചാൻമി അവളുടെ ഹെയർ ഒക്കെ പിടിച്ച് വലിച്ച് പൊതിരെ തല്ലുന്നുണ്ട്. എല്ലാവരും മന്ദം വിട്ട് കണ്ണും തള്ളി നിൽക്കാണ് അവിടെ. എന്തോ ബാധ ഏറിയ മട്ടിലായിരുന്നു അവള്. അടിച്ചതിന്റെ മൂന്തയുടെ ഷേപ്പ് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ടായി. പിന്നീട് ക്രഷ് പെണ്ണിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നേരം അവളുടെ കോലം കണ്ട് അമ്മ ചാൻമിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറയാണ് സാറിനോട്. ക്രഷ് പെണ്ണിന്റെ ഫേസ് കണ്ട ഒരു പ്രേതത്തിന്റെ ലുക്കാണിപ്പോ.
അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സംസാരിച്ച് നിൽക്കുന്നതിനിടെ നിന്റെ സീക്രട്ട് ബോയ് ഫ്രണ്ട് അഥവാ ഈ കൊച്ചിന്റെ അച്ഛനെ എന്ന് കാണിച്ചിരുന്ന് തേസു ചോദിച്ചതിന് സമയാവട്ടെ എന്ന് പറയാണ് ഹോങ്. സെയിം ടൈം ചാൻമി അങ്ങോട്ട് വരുന്നത് കണ്ട് ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു ദിവസം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ ക്ലാസ്സിലേക്ക് വരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. ശേഷം അവർ മൂന്നുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. സിയോക്കിന്റെ കാര്യങ്ങൾ അറിയാൻ ചാൻമി ഇത്രയും ശ്രമിക്കുന്നത് കണ്ടപ്പോഴേ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമല്ല നിങ്ങളെന്ന് തോന്നിയിരുന്നു എന്ന് പറയണം അവര്. സിയോക്ക് ആദ്യത്തെ വർഷമൊക്കെ വളരെ നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നെന്നും പാവമായിരുന്നു, മറ്റുള്ളവർ റാഗ് ചെയ്യുന്നത് കണ്ടാൽ പോലും തടയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീടാണ് അവന് മാറ്റം വന്നത്. സ്വയം അവൻ തന്നെ മറ്റു സ്റ്റുഡൻസിനെ ബുള്ളി ചെയ്യാനും പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. പക്ഷെ തന്റെ അറിവ് വെച്ച് അവനുണ്ടായ ഈ മാറ്റത്തിന് കാരണം ഓസങ് ആണെന്ന് ഹോങ് പറയും. തേസു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതുകൊണ്ട് മുമ്പത്തെ കാര്യങ്ങളൊന്നും അവൾക്കറിയില്ലായിരുന്നു. ചാൻമിയോടായാലും ഇങ്ങനൊരു കാര്യം ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടായില്ല. ഹോങ് പറഞ്ഞതിന്റെ തെളിവായി അവൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കുറെ നാളുകൾക്ക് മുന്നേ അവളുടെ സീക്രട്ട് ബോയ് ഫ്രണ്ടിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സിയോക്കിനെ ചീത്ത പറഞ്ഞ് ആ ഓസങ് വരുന്നുണ്ടായിരുന്നു. സോമിയെ ഞാൻ ബ്രേക്കപ്പ് ചെയ്തതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ അവളെ പ്രഗ്നന്റ് ആക്കിയെന്നും പറഞ്ഞ് നടക്കുന്നത്. അവളുടെ വായടപ്പിക്കാൻ പറഞ്ഞിട്ട് നീ ചെയ്തില്ലല്ലോ എന്നൊക്കെ. അവളെ കൊന്നിട്ടായാലും എന്റെ പേരിൽ കുറ്റം വരുന്നത് തടയണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തായിരുന്നു സിയോക്കിനെ അവൻ. ഇത് അവസാനത്തേതാണ്. ഇനി തന്നോട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറയരുതെന്ന് സിയോക്ക് പറയുന്നത് കേട്ട് ആലോചിക്കാന്ന് ഓസങ്. അങ്ങനെ ചാൻമി ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി സെജിനോട് സംസാരിച്ചപ്പോൾ അവനും ഹോങ് പറഞ്ഞത് ശരിയാണെന്ന് തന്നെയാണ് പറയാ. ഓസങ് സിയോക്കിന്റെ സ്വഭാവം മാറ്റി എന്നുള്ളത് തനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് അവൻ സിയോക്കിനെ ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് അറിയില്ല എന്നും പറയും. ഇത് കേട്ട് ചാൻമിക്ക് ആകെ കൺഫ്യൂഷൻ ആവാണ് എന്തായിരിക്കും ആ കാരണം ഓർത്തിട്ട്. കട്ട് ചെയ്തുള്ള സീനിൽ ലേഡി ഓഫീസർ മറ്റ് ഓഫീസേഴ്സിന് കേസിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഗിയോണിന്റെ മർഡർ കേസിന് റെഫറൻസ് ആയി സാജങ്ങിനെ ഹീറോ ഉപദ്രവിച്ച ഫോട്ടോ ആയിരുന്നു വെച്ചിരുന്നത്. ഉപദ്രവിക്കപ്പെട്ട രണ്ടുപേരും മുൻ കുറ്റവാളികളാണ്. രണ്ടുപേരെയും ടേപ്പ് ഉപയോഗിച്ച് ചെയറിൽ കെട്ടിവെച്ചിരുന്നു എന്നൊക്കെയാണ് രണ്ട് കേസിലെയും കോമൺ പോയിന്റ്സ്. അതിൽ ആ ടേപ്പ് സെയിം ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നും പറയും. ഗിയോണിനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊന്നിരിക്കുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ നേരം രണ്ട് കേസും തമ്മിൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഗിയോണിന്റെ കേസും ലേഡി ഓഫീസറിനോട് അന്വേഷിക്കാനാണ് ചീഫ് അഥവാ ഓസങ്ങിന്റെ അച്ഛൻ പറയാം. അതുകൊണ്ട് തന്നെ കേസിന്റെ ഭാഗമായി അവരാദ്യം സാജങ്ങിന്റെ അടുത്തേക്ക് കില്ലറിനെ കുറിച്ച് വല്ല ക്ലൂ കിട്ടുമെന്ന് അറിയാനും ചെല്ലും. തനിക്ക് അത്രയ്ക്ക് ഓർമ്മയൊന്നുമില്ല. മാത്രല്ല അവന്റെ ഫേസും ഒറിജിനൽ സൗണ്ടും ഒന്നും കേട്ടിട്ടില്ല. ഒരു പ്രത്യേക തരം സ്മെല്ല് ഉണ്ടായിരുന്നു. ഓയിലിന്റെയും ആൽക്കഹോളിന്റെ സ്മെല്ലായിരുന്നു അതെന്ന് പറയാണ്. ഏത് തരം ഓയിലാണെന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് മെഷീനിൽ നിന്നൊക്കെ വരുന്ന ഒരു തരം ഓയിലിന്റെയും ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കഹോളിന്റെ സ്മെല്ലായിരുന്നു എന്നും പറയും. അയാൾ നിന്നെ കെട്ടിയിട്ട സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചതിന് അത് പറയാൻ മാത്രമൊന്നുമില്ല, ഒറ്റയടിക്ക് എന്റെ ബോധം പോയി, എണീറ്റപ്പോ ചെയറിലായിരുന്നു എന്ന് അവൻ. എങ്കിൽ വല്ല പ്രൊഫഷണൽ ബോക്സർ എങ്ങാനും ആയിരിക്കുമെന്ന് അസിസ്റ്റന്റ് ഓഫീസർ അപ്പൊ പറയുന്നുണ്ട്. അന്നേ ദിവസം തന്നെ സൊഹ്യൂണിനെ കണ്ട കാര്യം വീണ്ടും ചോദിച്ചറിയാൻ ചാൻമിയുടെ അടുത്തേക്കും ചെല്ലാണ്. വീണ്ടും അന്നത്തെ കാര്യങ്ങളൊക്കെ വിശദമായി പറയാനും രണ്ട് കേസുകൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കാണെന്നും പറഞ്ഞത് കേട്ട് സാജങ്ങിനെ ഉപദ്രവിച്ച ആള് തന്നെയാണോ എന്റെ ചേട്ടനെ കൊന്നതെന്ന് ചാൻമി തിരിച്ചു ചോദിക്കും. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ഈ ശ്രമിക്കുന്നതെന്ന് പറയാണ് ഓഫീസർ. അപ്പോ അസിസ്റ്റന്റ് ഓഫീസർ ചാൻമിയോട് അന്വേഷിക്കാനും ലേഡി ഓഫീസർ സൊഹ്യൂണിനെ ചോദ്യം ചെയ്യാനുമാണ് പോയിട്ടുണ്ടാവുക. അന്ന് അവൻ എവിടെയായിരുന്നു, എന്താ ചെയ്തിരുന്നേ, എത്ര മണി വരെ നിന്നു എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. സാജങ്ങിനെ പറ്റിയും ചോദിക്കും. എന്നാൽ തനിക്ക് അവനോട് പേഴ്സണലായി ദേഷ്യമൊന്നുമില്ല എന്നാണ് സൊഹ്യൂൺ പറയാ. സസ്പെക്ട് മതിൽ ചാടി പോകുന്നത് രണ്ട് സ്റ്റുഡൻസ് കണ്ടിരുന്നല്ലോ. റോഡിൽ ചാൻമി അല്ലാതെ സംശയാസ്പദമായി മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതിന് ഇല്ലാന്ന് ഹീറോ. പിന്നീട് അവന്റെ പഞ്ചിങ് ബാഗ് ഒക്കെ കണ്ടിട്ട് ബോക്സിംഗ് പഠിക്കുന്നതിനെ പറ്റിയും ഒറ്റ പഞ്ചില് ബോധം കെടുത്താൻ പറ്റുമെന്നൊക്കെ ചോദിക്കാൻ നേരം പ്രൊഫഷണൽ ആണെങ്കിൽ പറ്റുന്നായിരുന്നു ഹീറോയുടെ മറുപടി. ഇന്നേരം സൊഹ്യൂന്റെ ആ ഷൂസും ഓഫീസർ ശ്രദ്ധിച്ചിരുന്നു. കട്ട് ചെയ്തുള്ള സീനിൽ ജയബമ്മനെയാണ് കാണിക്കുന്നുണ്ടാവുക. അവൻ എവിടെയോ പേടിച്ചൊളിച്ചിരിക്കുന്നതൊക്കെ. ശേഷം അമ്മയെ വിളിച്ച് താനിപ്പോ എവിടെയാണെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൻ. വീണ്ടും കട്ട് ചെയ്ത് കൈയൊക്കെ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് ഫുഡ് ഒന്നും എടുക്കാൻ പറ്റാതിരിക്കാണ് ക്രഷ് പെണ്ണ്. ഇന്നേരം ചീഫ് വന്ന് ഇവളെ ഉപദ്രവിക്കുന്ന സമയം നീ എവിടെയായിരുന്നു, സ്വന്തം സഹോദരിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിന്റെ കടമയല്ലേ എന്നൊക്കെ ചോദിക്കാണ് ഓസങ്ങിനോട്. എന്തായാലും ആ പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ അവരോട് പറയണം, അല്ലെങ്കിലേ ആ സ്കൂളിൽ നടക്കുന്നതൊന്നും ശരിയല്ല. സാജങ്ങിനെ ഉപദ്രവിച്ചവൻ അവിടുത്തെ തന്നെ സ്റ്റുഡന്റ് ആയിരിക്കണം എന്ന് കേട്ട് അയാളെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാജങ് അത്രയ്ക്ക് ചീത്തയായിരുന്നു. അവന് കിട്ടേണ്ടത് കിട്ടിയെന്ന് ക്രഷ് പെണ്ണ് എന്ന് പറഞ്ഞൊരു കൊലപാതകയെ വെറുതെ വിടാൻ പറ്റുമെന്ന് ചീഫ് പെട്ടെന്ന് പറഞ്ഞു പോകും. ആരെങ്കിലും മരിച്ചോന്ന് നേരം ഓസങ് ചോദിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും അദ്ദേഹം പറയുന്നില്ല. ആ ദിവസം സ്കൂളിലേക്ക് സാധാരണ വഴിയിലൂടെ അല്ല ഓസങ് പോകുന്നതെന്ന് കണ്ട് കാര്യം തിരക്കുമ്പോൾ നമ്മള് സിബ്ലിങ്സ് ആണെന്ന് ഒരുവിധം പേരും അറിഞ്ഞില്ലേ, പിന്നെ എന്തിനു മാറിപ്പോണെന്ന് അവൻ. നീ ഇനിയും നിന്റെ ആ ഗുണ്ടാ ഫ്രണ്ട്സിനെ വിളിച്ച് ചാൻമിയോട് പ്രശ്നത്തിനൊന്നും പോകണ്ട, ഇക്കാര്യം എനിക്ക് വിട്ടേക്കാൻ പറയാണവൻ. പക്ഷെ അവൾ അത് വില വെക്കുന്നില്ല. ഇനി തൊട്ട് ചാൻമിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതല്ല ക്രഷ് പെണ്ണിന്റെ ലക്ഷ്യം. അവളുടെ കൂടെ തന്നെ നിന്ന് അവളോട് നല്ലോണം പെരുമാറി
മാറി നല്ലൊരു പണി കൊടുക്കണം എന്നായിരുന്നു. ചാൻമി ഇതേ സമയം ഷൂട്ടിംഗ് ക്ലബില് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ജേബം അവളെ കാണാൻ വരും. അവനെ കണ്ടപാടെ ഹോങ് പറഞ്ഞതാണ് അവൾക്ക് ഓർമ്മ വരിക. ക്രഷ് പെണ്ണിന് വേണ്ടി സോറി പറയാൻ വന്നതാണെന്നും ചാൻമിയെ സ്കൂളിൽ നിന്ന് പുറത്താകാതിരിക്കാൻ വേണ്ടത് ചെയ്യാ, തന്റെ അച്ഛനൊരു പോലീസ് ഓഫീസറാണ്, അദ്ദേഹം ഇടപെട്ടാൽ ശരിയാവെന്ന് പറയുന്നത് കേട്ട് എന്നെ എന്തിനു ഹെൽപ്പ് ചെയ്യണമെന്ന് അവള്. സിയോക്കിനോട് തനിക്ക് കടപ്പാടുണ്ട്, സിയോക്കിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിന്നെ ഹെൽപ്പ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൊലപാതകയെ കണ്ടെത്താൻ എന്ത് വേണമെങ്കിലും മടിക്കാതെ ചോദിച്ചോ, തന്നാലാവുന്നത് ചെയ്യുന്നും പറഞ്ഞു പോവാണ്. അടുത്ത സീനിൽ ജേബമ്നെയാണ് കാണിക്കുന്നത്. അവൻ ആകെ കൺഫ്യൂഷനിലാണിപ്പോ. വേറൊന്നും കൊണ്ടല്ല, ജേബമ്മിന്റെ മറന്നുപോയ ചില ഓർമ്മകളൊക്കെ ഇപ്പൊ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീനിൽ അവൻ എവിടെയാണെന്ന് പോലും അറിയാതെ പേടിച്ചിരുന്നത് ഇപ്പൊ നടന്ന സംഭവമല്ല, അവൻ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി മറവി സംഭവിച്ചതിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഓർത്തതാണത്. അങ്ങനെ ഓസങ്ങിന് അവൻ എന്തോ മെസ്സേജ് അയക്കുന്നതും കാണിച്ച് ആ സീൻ കട്ടാക്കി നേരെ സ്കൂളില് നമ്മുടെ സൊഹ്യൂൻ വരുന്നതും നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കാണ് സാജങ്ങും ഗുണ്ടകളും. ഒറ്റ പഞ്ചില് ബോധം കെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചതൊക്കെ സൊഹ്യൂൺ ഓർക്കുന്നുണ്ടിപ്പോ. സാജങ് വന്നിരിക്കുന്നതും സൊഹ്യൂണിനെ ടെസ്റ്റ് ചെയ്യാനായിരുന്നു. അന്നവൻ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ച് അതിൽ 2 പരിപ്പെടുത്തിരുന്നതാണല്ലോ. പക്ഷെ ഇപ്രാവശ്യം എത്ര തല്ലി ചതച്ചിട്ടും ഹീറോ തിരിച്ചടിക്കാനേ ശ്രമിക്കില്ല. ഇവനാണ് ഒറ്റ പഞ്ചില് ബോധം കെടുത്താൻ പോകുന്നത്, ഇവനെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് കസിൻ പറയുമ്പോൾ ശരിയാണെന്ന് സാജങ്ങിനും തോന്നും. അത് കഴിഞ്ഞ് തേസു ഡോക്ടറെ കാണാൻ ക്ലിനിക്കിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഗിയോൺ മരിച്ച വിവരമൊന്നും അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അവിടെയായി ഒരു പോലീസ് വാനും കിടപ്പുണ്ട്. നമ്മുടെ ലേഡി ഓഫീസർ ഓൾറെഡി ഡോക്ടറിനെ കാണാൻ എത്തിയിരുന്നു. ഗിയോൺ അവിടേക്ക് ചെന്നിരുന്നു എന്നറിഞ്ഞ് അവൻ എന്താ പറഞ്ഞെന്നും ചോദിക്കാണ്. ഗിയോൺ മരിച്ച കാര്യം ഡോക്ടർ അടക്കം അപ്പോഴാണ് അറിയാം. അത് കേട്ട് ഷോക്ക് ആവുകയും ചെയ്യും. അവന്റെ പേരിൽ ഞാൻ കൊടുത്ത കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്താനാണ് ഗിയോൺ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞ് മകളെ അവൻ കൊന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇമോഷണൽ ആവാണ് ഡോക്ടർ. എന്തെങ്കിലും കൂടുതലായി ഓർമ്മ വന്നാൽ വിളിക്കണമെന്നും പറഞ്ഞ് ലേഡി ഓഫീസർ കാർഡും കൊടുത്ത് പോവാണ് അവിടെ നിന്ന്. ഗിയോൺ മരിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമാണെങ്കിലും ഡോക്ടർ മകളുടെ ഫോട്ടോ നോക്കി കരയായിരിക്കും. ലേഡി ഓഫീസർ വാഷ്റൂമിലേക്ക് ചെല്ലാൻ നേരം തേസും അവിടെ ഉണ്ടാവും. ആളാരാണെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവാൻ നോക്കുന്നതിനിടയില് ബാഗ് മറന്നു പോവാണ്. ലേഡി ഓഫീസർ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവര് പോയി ഒന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും അവള് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്നതും. പോലീസ് വന്നത് എന്തിനാണെന്ന് ചോദിച്ചതിന് ഗിയോൺ മരിച്ചു എന്നുള്ള ഡോക്ടറിന്റെ മറുപടി കേട്ട് തേസൂൻ ആകെ ഷോക്കാവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നടക്കുമായിരിക്കും. അതിനിടെ സൊഹ്യൂണിനെ വിളിക്കാനൊക്കെ അവള് നോക്കുന്നുണ്ട്. ശേഷം ഓസങ് വീണ്ടും അച്ഛനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഗിയോണിനെ കൊന്നെന്ന് സംശയിക്കുന്ന പ്രതിയുടെ CCTV ഫൂട്ടേജ് അവിടെ ഉണ്ടായിരുന്നു. അതും നോക്കി കുറെ നേരം നിൽക്കുന്നതിനിടെയാണ് അച്ഛൻ വരാം. ചാൻമിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണ്ട, സത്യത്തിൽ അവൾ ഇന്നസെന്റ് ആണ്, ക്രഷ് പെണ്ണിന്റെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ പറയുന്നത് കേട്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നതെന്ന് അച്ഛൻ. കേസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നതാണ് ക്രഷ് പെണ്ണിന്റെ ഭാവിക്ക് നല്ലത്. സ്കൂളിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതെ താൻ നോക്കിക്കോളാൻ അവൻ വാക്ക് കൊടുക്കുന്നുണ്ട്. അതിനിടയിലും അവൻ ആ ഫൂട്ടേജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടെ സീൻ കട്ടായി സൊഹ്യൂണിന്റെ ഡോക്ടർ അഥവാ ലേഡി ഓഫീസറിന്റെ ഹസ്ബൻഡിനെയാണ് കാണിക്കുക. അവര് നേരം ചീഫിന്റെ റൂമിൽ ഉണ്ടായിരുന്ന അതേ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തോണ്ടിരിക്കായിരിക്കും. വർക്ക് കഴിഞ്ഞ് ബൗളിംഗ് ക്ലബിലേക്ക് വരണം, കുറച്ചു നേരം ഗെയിം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോവാന്ന് വിളിച്ചു പറയാണ് ഡോക്ടർ. കോള് കട്ട് ചെയ്തതിന് ശേഷം കില്ലറിന്റെ കയ്യിലെ ബാഗാണോ അവര് ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതിനിടെ സാജങ് ഓയിലിന്റെയും ആൽക്കഹോളിന്റെയും സ്മെല്ലിന്റെ കാര്യം പറഞ്ഞത് ലേഡി ഓഫീസറിന് പെട്ടെന്ന് ഓർമ്മ വരും. ആ സ്മെല്ല് വേറെ എവിടെന്നും അല്ല, ബൗളിംഗ് ക്ലബിൽ നിന്നാണെന്ന് പറയാണ്. ബൗളിംഗ് പിന്നിലുള്ള ഓയിലിന്റെയും അത് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ആൽക്കഹോളിന്റെ സ്മെല്ലാണതെന്ന് അവർക്ക് മനസ്സിലാവും. സെയിം ടൈം സൊഹ്യൂൺ ഇവിടെ ആ പറഞ്ഞ ആൽക്കഹോൾ വെച്ച് ബൗളിംഗ് പിൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേരം തേസു അവനെ കാണാൻ വന്നതറിഞ്ഞ് റൂഫ് ടോപ്പിലേക്ക് ചെല്ലുമ്പോൾ ഗിയോൺ മരിച്ചു എന്നുള്ള കാര്യം അവള് പറയുകയും ചെയ്യും. നിനക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചത് കേട്ട് മര്യാദയ്ക്ക് ഒന്നും പറയാൻ പറ്റാതെ തരിച്ചു നിൽക്കാണ് അവൻ. ശരിക്കും ഷോക്ക് ആവാണ് അത് കേട്ടിട്ട്. ഞാനല്ല അത് ചെയ്തതെന്ന് കുറെ തവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒന്നും ചെയ്യല്ലേന്നും പറഞ്ഞവൻ കരയുന്നത് കേട്ടിട്ടാണ് താൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്നും സൊഹ്യൂൺ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം പറഞ്ഞ് നമുക്ക് സറണ്ടർ ആയാലോ, കൊലപാതകയാവുന്നതിലും ഭേദമല്ലേന്ന് തേസു ചോദിക്കുമ്പോൾ ഇപ്പൊ തനിക്ക് അതിന് കഴിയില്ല, ഇനിയുള്ള സമയം ജയിലിൽ എടുക്കാൻ വയ്യാന്നാണ് സൊഹ്യൂൺ പറയാ. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കാണ് രണ്ടുപേരും. ഓഫീസേഴ്സ് ആണെങ്കിൽ ഇതിനകം ബൗളിംഗ് ക്ലബിലേക്ക് എത്തിയിട്ടുണ്ടാവും. നേരെ ചെന്ന് പോലീസുകാരാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് സൊഹ്യൂണിന്റെ പേഴ്സണൽ ഐറ്റംസ് ഒക്കെ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നതായിട്ട് ലോക്കറിലാണെന്ന് പറഞ്ഞതും അവരത് നോക്കാനും പോവും. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി ഒന്നും കൊടുക്കാതെ പോകുന്ന ടൈം സൊഹ്യൂൺ വരാണ് അങ്ങോട്ടേക്ക്. അതുകൊണ്ട് തന്നെ അവന്റെ മുന്നിൽ വെച്ചാണ് ലോക്കർ ഓർക്കുക. നീ ആയിട്ട് തുറന്നില്ലെങ്കിൽ ഞങ്ങളുടെ രീതിക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നും പറഞ്ഞാണ് നിപ്പ്. ഇതേ സമയം ചാൻമയാണെങ്കിൽ അവള് സിയോക്കിന് ഗിഫ്റ്റ് ആയി കൊടുത്തിരുന്ന ആ പിസ്റ്റലിന്റെ കണ്ടീഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. സൊഹ്യൂൺ പേടിച്ചാണെങ്കിലും ആ ലോക്കർ തുറക്കുകയും ചെയ്യും. സെയിം ടൈം ചാൻമി ഗൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്താല് ലോക്കറിലുള്ള സൊഹ്യൂണിന്റെ ബാഗിൽ അവന്റെ ബുക്സ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സൊഹ്യൂൺ ആണ് കുറ്റവാളിന്ന് ലേഡി ഓഫീസർ ഇതിനകം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ലോക്കേഴ്സും മെഷീൻ റൂമും ഒക്കെ ചെക്ക് ചെയ്യാനാണ് പറയാ. സൊഹ്യൂണിന്റെ മുഖത്തുനിന്ന് തന്നെ അറിയാം അവൻ എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന്. ഇന്നേരം 2
ദിവസം മുമ്പ് ഗിയോണിന്റെ അടുത്ത് നിന്ന് ഹീറോ തിരിച്ചു വരുന്ന സീൻ അവിടെ കാണിക്കും. ആ ബാഗ് അവനൊരു ലോക്കറിൽ തന്നെയാണ് വെച്ചത്. അത് പക്ഷെ ബൗളിംഗ് ക്ലബിലെ ലോക്കറിലല്ല, ബോക്സിംഗ് ജിമ്മിലുള്ള ലോക്കറിലാണ് അവൻ അത് വെച്ചത്. ലേഡി ഓഫീസർ ഇതിനകം അവിടേക്കും അന്വേഷിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതുവരെ സൊഹ്യൂൺ എവിടേക്കും പോവാതെ നോക്കണമെന്ന് പറയാണ് അസിസ്റ്റന്റിനെ വിളിച്ചിട്ട്. ഇയാളാണെങ്കിൽ കോള് കട്ട് ചെയ്ത് അവനെ നോക്കുമ്പോഴേക്കും സൊഹ്യൂൺ സ്ഥലം വിട്ടിട്ടുണ്ടായി. ബൗളിംഗ് ക്ലബിലെ വലിച്ചൻ അവന് സപ്പോർട്ടാണ്. ഇതേ സമയത്താണ് അവന്റെ ഡോക്ടറും അങ്ങോട്ടേക്ക് എത്താ. അദ്ദേഹത്തിന് ഹീറോനെ മനസ്സിലാവുന്നുണ്ട്. സൊഹ്യൂൺ മിസ്സാണെന്ന് അസിസ്റ്റന്റ് വിളിച്ച് പറയാൻ നേരം കാർ സ്പീഡാക്കാണ് ലേഡി ഓഫീസർ. സൊഹ്യൂൺ ആണെങ്കിൽ പറപ്പിച്ചായിരിക്കും ബോക്സിംഗ് ജിമ്മിലേക്ക് പോകുന്നുണ്ടാവുക. രണ്ടുപേരും ഏകദേശം ഒപ്പത്തിനൊപ്പമാണ്. ചാൻമി ആണെങ്കിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. സെയിം ടൈം പോലീസ് വാൻ വരുന്ന സൗണ്ട് അവള് കേൾക്കുന്നുണ്ട്. പിന്നീടുള്ള സീനില് ലേഡി ഓഫീസർ വന്ന് സൊഹ്യൂണിന്റെ ലോക്കർ പൊളിക്കാൻ നോക്കുന്നത് കണ്ട് കോച്ച് വന്നത് തടയും. സമ്മതിക്കാത്തോണ്ട് മർഡർ കേസ് ആണെന്നും പറഞ്ഞ് കാലിനിട്ടൊരു ചവിട്ടും കൊടുത്ത് ലോക്ക് പൊളിക്കാണ്. ആ സമയത്താണ് സൊഹ്യൂൺ ഓടിപ്പെടഞ്ഞ് അങ്ങോട്ട് എത്താം. എല്ലാം അവസാനിച്ചു എന്നോർത്ത് പേടിച്ചു വരച്ച് നിൽക്കാണവൻ. ലേഡി ഓഫീസർ ആ ലോക്കർ തുറക്കുന്നതും കാണിച്ച് കട്ട് ചെയ്ത ഹീറോയിൻ അവളുടെ ബാഗൊക്കെ ഇട്ട് എങ്ങോട്ടോ പോകുന്ന സീനാണ് കാണിക്കുന്നത്. ഇവിടെ സൊഹ്യൂണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു നിമിഷം അവന്റെ ഹാർട്ട് ബീറ്റ് നിന്നു തന്നെ പറയാം. പക്ഷെ ആ ലോക്കറിൽ അവന്റെ ആ ബാഗ് ഉണ്ടായിരുന്നില്ല. സൊഹ്യൂണിനെ സംബന്ധിച്ച് അതും ഒരു ഷോക്ക് തന്നെയായിരുന്നു. കോച്ച് നേരം ലേഡി ഓഫീസറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അടുത്തതായി സൊഹ്യൂണിന്റെ റൂം ചെക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചതിന് ആദ്യം കാര്യം എന്താണെന്ന് തന്നോട് വിശദമാക്കാനാണ് അവൻ പറയുന്നത്. ആ ബാഗ് എടുത്തത് വേറെ ആരുമല്ല, ചാൻമി തന്നെയാണ്. അവളുടെ ബാഗിൽ നിന്ന് ഹീറോയുടെ ആ ബാഗ് പുറത്തെടുത്ത് ബുസാനിലേക്ക് പാഴ്സൽ അയക്കാൻ വേണ്ടി അഡ്രസ് ഒക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ശേഷം കുറെ സ്നാക്സ് ഒക്കെ വാങ്ങി തിരിച്ചു വരുന്നതുകൊണ്ട് അവൾ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. സൊഹ്യൂൺ ഇന്നേരം തന്റെ ബാഗ് ആരാ എടുത്തെന്നുള്ള ആലോചനയിലായിരിക്കും. അതവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഹീറോ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ചാൻമിയുടെ കാര്യം നോക്കിയാൽ എല്ലാ വിഷമങ്ങളും ഒറ്റപ്പെടലുകളും മറികടക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും സിയോക്കിനെ ഓർത്ത് കരച്ചിൽ വരാണ് അവൾക്ക്. അവിടെ സീൻ കട്ടായി ജേബം ഓസങ്ങിനെയും കൊണ്ട് ഹോഴ്സ് റൈഡിംഗ് നടത്തുന്ന ഒരു സ്ഥലം കാണിക്കാൻ വന്നേക്കാണ്. അവൻ പോലും അറിയാതെ ഇന്നലെയും ജേബം ഇങ്ങോട്ട് വന്നിരുന്നു. ശേഷം അമ്മയാണ് അന്വേഷിച്ച് വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് കേട്ട് എവിടേക്കെങ്കിലും പോകാൻ തോന്നിയ ഞാൻ കൂടെ വരാന്ന് ഓസങ് പറയും. ഇവിടെ എത്തിയപ്പോ മറ്റൊരു കാര്യം കൂടി ജേബമിന് ഓർമ്മ വന്നു. അവന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടത് ഒരു ആക്സിഡന്റിലൂടെ അല്ല, ജേബം സ്വയം ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചതെന്ന്. അമ്മയെ നീയും എന്നോട് മറച്ചു വെക്കായിരുന്നല്ലേ, ഇനിയെങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. സിയോക്കിന്റെ കൊലപാതകവുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനാണോ അവനെ കൊന്നേന്ന് ചോദിക്കുന്ന ജേബമിനെ കാണിച്ചാണ് ആ സീൻ കട്ടാക്കുന്നത്. അതിനുശേഷം സൊഹ്യൂൺ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ചാൻമി അങ്ങോട്ട് വരും. അവൾ ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ട് പോലീസ് എന്നെ ലോക്കർ ഓർക്കാൻ വന്ന കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ, എന്നിട്ട് എന്താ തന്നോട് ഇതിനെ പറ്റി ഒന്നും തിരക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പോലീസ് എന്റെ അടുത്തേക്ക് സാജകന്റെ കേസിന്റെ കാര്യം പറഞ്ഞു വീണ്ടും വന്നിരുന്നെന്നും അതുപോലെ തന്നെ നിന്റെ അടുത്തേക്കും വന്നതായിരിക്കും എന്ന് വെച്ചാൽ എടുത്ത് അന്വേഷിക്കാനെന്നാണ് അവള് പറയാ. അതല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ നേരം വേറൊന്നുമില്ലാന്ന് അവൻ പറയുകയും ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം ആരോടും ഒന്നും പറയാതെ ചാൻമി തിരിച്ച് ബുസാനിലേക്ക് പോവാണ്. നേരെ അവളുടെ ഓർഫനേജിലേക്ക് ചെന്ന് ചാൻമി അയച്ച സൊഹ്യൂണിന്റെ ആ ബാഗും തിരിച്ചു മേടിക്കും. പക്ഷെ അവൾ ഓർഫനേജിൽ നിൽക്കുന്നില്ല, അതുകൊണ്ട് മറ്റെവിടേക്കും ആണ് പോവാ. ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ആ ബാഗും പിടിച്ച് അന്ന് സൊഹ്യൂണിനെ കണ്ടതൊക്കെ ചിന്തിക്കാണ് അവള്. ചാൻമിയുടെ മുഖത്ത് അവനോട് നല്ല ദേഷ്യമുണ്ട്. ഇതേ സമയം സൊഹ്യൂൺ ലോക്കർ ഓർക്കുമ്പോൾ ബാഗ് വേണമെങ്കിൽ ബുസാനിലേക്ക് വരാൻ പറഞ്ഞ് ചാൻമി അവനൊരു നോട്ട് വെച്ചിട്ടുണ്ടാവും. അതോടെ ബാഗ് എടുത്തത് ആരാണെന്ന് മനസ്സിലായല്ലോ. ഒട്ടും സമയം വൈകിക്കേമില്ല, ഹീറോയും സ്പോട്ടില് ബുസാനിലേക്കുള്ള ട്രെയിൻ കയറും. ശേഷം ചാൻമി വരാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലം അന്വേഷിച്ചു പിടിച്ച് അങ്ങോട്ടും ചെല്ലുന്നുണ്ട്. അതൊരു ഗോഡൌൺ ആണ്. ചാൻമി പിസ്റ്റൺ ചെക്ക് ചെയ്തതും പ്രാക്ടീസ് ചെയ്തതൊക്കെ സൊഹ്യൂണിനെ ലക്ഷ്യം വെച്ചായിരുന്നു. സാജങ്ങിനെ ഉപദ്രവിച്ചത് അവനാണെന്ന് ഉറപ്പായതോടെ സിയോക്കിന്റെ കില്ലറും സൊഹ്യൂൺ ആണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവണം അവള്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, ഞാൻ എല്ലാം പറയാം, നീ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറയാൻ നേരം ആ ബാഗ് എടുത്ത് അവന്റെ മുന്നിൽ കൊണ്ടിടുന്നതാണ് കാണിക്കുന്നത്. അവനെ ഞാൻ കൊന്നിട്ടില്ല എന്ന് സൊഹ്യൂൺ ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവള് ഷൂട്ട് ചെയ്യുന്നതും കാണിച്ചാണ് എപ്പിസോഡ് ഉണ്ടാവുന്നത്. അതുപോലെ ക്രൈം ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ അത്തരം ഒരുപാട് സീരീസുകളുണ്ട്. മൗസ്, ടെൽ മീ വാട്ട് യു സോ, ട്രെയിൻ, മെമ്മറിസ്റ്റ്, അതൊക്കെ ബെസ്റ്റ് ത്രില്ലറുകളിൽ പെടുന്നതാണ്. കണ്ടവരുണ്ടെങ്കിൽ അതെങ്ങനെയുണ്ടെന്നും താഴെ കമന്റ് ചെയ്യാം. അടുത്ത 2 എപ്പിസോഡുകൾ ഇതുവരെ റിലീസ് ആയിട്ടില്ല. നെക്സ്റ്റ് വീക്ക് എന്തോ ആണ് അത് റിലീസ് ആവുന്നത്. അപ്പോൾ അത് അവൈലബിൾ ആയ ഉടൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്